ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, മല്ലു കപ്പിൾ ഓൺ ദ റോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലൂസേണിലെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ആക്ച്വലി ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് ബാഗൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ബസ് കയറി പോകാനൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഫീൽഡിലൂടെ നമുക്ക് കുറേ ദൂരം നടന്ന് ബാഗ് കൊണ്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സി വിളിച്ചാണ് നേരെ സ്റ്റേഷനിലേക്ക് പോകണം. വൺസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പം നമ്മളവിടെ നമ്മുടെ ലഗേജ് വെക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. അത് നമുക്ക് അവിടെ പോയി 2 ബോക്സ് ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ലഗേജുകളെല്ലാം അവിടെ വെച്ചതിന് ശേഷം നമ്മൾ മല കയറാൻ പോകാനായിട്ട് പറ്റുമോ എന്ന് നോക്കണം. നമുക്ക് ഇൻഫർമേഷൻ ഡെസ്കിൽ പോയി ചോദിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം. സോ എന്നാണേലും നമ്മൾ നമ്മുടെ ജേണി ഇവിടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. ലൂസേണിലെ സെക്കൻഡ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് ലൂസേണിൻ്റെ സെൻട്രൽ സ്റ്റേഷനിൽ വന്നു. അതിൻ്റെ മേളത്തെ നിലയിൽ ഇതാണ് ഇവരുടെ SPBയുടെ ഓഫീസ്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ടിറ്റ്ലെസ് മൗണ്ടൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ഈ കയറി വരുമ്പോൾ ഈ കാണുന്ന കിയാസി കയറി നമ്മൾ ടോക്കൺ എടുക്കണം. ആ ടോക്കൺ വിളിക്കുമ്പം അതാത് കൗണ്ടറിൽ ചെല്ലണം. ആ ടോക്കൺ വിളിക്കുമ്പോൾ അത് ഈ സ്ക്രീനിൽ എഴുതി കാണിക്കും നമ്മുടെ ടോക്കൺ നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആ കൗണ്ടറിൽ ചെന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് പെട്ടി വെക്കാനായിട്ടുള്ള സ്ഥലം. അപ്പം നമ്മളങ്ങനെ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. നമുക്ക് പറ്റുവാണെങ്കിൽ ഇവിടെ പെട്ടി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് താഴെ വെക്കാം. ഏതാ ചീപ്പറെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കയറി ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ചു കേട്ടോ. 104 സ്വിസ് ഫ്രാങ്ക് ആണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഇന്നലെ ഓൺലൈനിൽ 96 ഫ്രാങ്ക് ആണ് പറഞ്ഞത്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ടിറ്റ്ലെസ് മൗണ്ടൻ്റെ താഴേന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് ഇച്ചിരി വിലക്കുറവാണെന്ന് ഓൺലൈനിൽ കണ്ടു. അപ്പം നമുക്ക് അവിടെ പോകുമ്പം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടി വയ്ക്കുന്ന കാര്യം അന്വേഷിച്ചു. ഒരു പെട്ടിക്ക് അവർ 12 യൂറോ അല്ലെങ്കിൽ 12 സ്വിസ് ഫ്രാങ്ക് ആണ് ചാർജ് ചെയ്യുന്നത്. മാത്രമല്ല ഇവർ വൈകുന്നേരം 7 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. സോ നമുക്ക് പെട്ടി രണ്ടാമത് കളക്ട് ചെയ്യണമെങ്കിൽ വൈകുന്നേരം 7 PM വരണം. അതുകൊണ്ട് തന്നെ നമുക്ക് കിയാസി പോകാം. അതാകുമ്പോൾ 24 hours ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ പെട്ടിയെല്ലാം ഇതിനകത്ത് കയറ്റി കേട്ടോ. ഒറ്റ ബോക്സേ വേണ്ടിയുള്ളൂ. എക്സലിൻ്റെ അന്ന് അടുക്കി കയറ്റി. ആ കാര്യത്തിൽ നമ്മൾ പണ്ടേ എടുക്കും. ഇനി നമ്മൾ 121 എന്ന് പറഞ്ഞ ലോക്കർ നമ്പറാണ്. എക്സൽ ലോക്കറാണ്. ഇത് അടച്ചു പിടിക്കണം. അടച്ചു. അവിടെ റെഡ് ലൈറ്റ് തെളിഞ്ഞു. നമ്മളിവിടെ അതായത് 6 മണിക്കൂർ നേരത്തേക്ക് 12 യൂറോ. സ്റ്റിൽ അണ്ടിൽ 4:55 PM ആട്ടോ. ഓക്കെ, അത് നമ്മളിവിടെ അടയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ടോക്കൺ കിട്ടി. ഒന്നില്ല, വരട്ടെ വേഗം വരൂ. അപ്പോൾ നമുക്ക് 121 എന്ന് പറഞ്ഞ നമ്പറിലുള്ള കാണുന്ന ലോക്കറിൻ്റെ QR കാർഡാണിത്. അപ്പോൾ നമ്മൾ ഈ സമയത്തിനുള്ളിൽ എടുക്കാനാണെങ്കിൽ നമ്മൾ ഈ ഇവിടെ സ്കാൻ ചെയ്താൽ മതി. നമ്മുടെ ലോക്കർ തുറക്കും. അപ്പോൾ നമുക്ക് ഈ കാർഡ് കീപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ പോക്കാം. പെട്ടി മുഴുവൻ പോയി കിട്ടിയാൽ മതി. ഈ റെഡ് കളറിൽ ഇരിക്കുന്നതെല്ലാം ഓക്യുപ്പൈഡ് ആയിട്ടുള്ളതാണ്. ഞാൻ 2 ലോക്കർ വേണ്ടി വരുമെന്ന് ഓർത്തേട്ടോ. പക്ഷെ ഒറ്റ ലോക്കറിൽ എല്ലാ കാര്യം നടക്കും. ഈ പച്ച കളറിൽ ഇരിക്കുന്നതൊക്കെ എംറ്റി ആണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് കിടപ്പുണ്ട്. നമ്മളതിന് പോവാണ്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കണം. ഇത് നമ്മളിങ്ങനെ സ്വിറ്റ്സർലൻഡിൽ ലൂസേണിലുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. പല സ്ഥലത്തും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സോ ഏതായാലും ഇനി ഈ QR കാർഡ് പോയാൽ നമ്മുടെ അത്രയും പെട്ടി പോയി. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പെട്ടിയൊക്കെ വെച്ചു. നമ്മുടെ ഇലൻബർഗ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറണം. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 12 എലൻബർഗ് വന്ന് കിടപ്പുണ്ട്. 2 എലൻബർഗ് ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് പോകേണ്ടത് സ്റ്റോപ്പ് കുറഞ്ഞ ഇതാണ്. കാരണം ഓർമ്മത്തിനകത്ത് വെച്ചാൽ നമ്മൾ ഇറങ്ങി ബസ് കയറി വേണം പോകാൻ. സോ അത് നമുക്കറിയാനായിട്ട് ഇങ്ങനെ ഒരു ആപ്പുണ്ട് ഇവിടെ. ഈ ഒരു ആപ്പ്, ഈ ആപ്പിൻ്റെ അകത്ത് നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റും. എവിടെ പോയി അതെ, ഇതാണ് ലൂസേൺ ടു ടിറ്റ്ലെസ്. അപ്പോൾ ഇതിനകത്ത് ടൈമിംഗ് കാണിക്കുന്നുണ്ട്. 11:10 ട്രെയിൻ പോകുന്നത്. ഇപ്പോൾ സമയം 11 മണിയായി. 10 മിനിറ്റ് കൂടി ഉണ്ട്. സോ ഇത് കണ്ടോ, ഇവിടെ 2 സ്റ്റോപ്പുണ്ട്. ഇവിടെ ഒരു സ്റ്റോപ്പേ ഉള്ളൂ. അത് 2 ഒരേ സമയത്ത് പോകുന്ന ട്രെയിനാണ്. നമ്മൾ ഈ ട്രെയിനാണ് പോകേണ്ടത്. അപ്പോൾ ഇതാ ഞെക്കുമ്പോൾ ഇത് കാണിക്കുന്നത് പ്ലാറ്റ്ഫോം 12 ഈ സാധനം കിടക്കുന്നത്. വിച്ച് ഈസ് ഇതേ കിടക്കുന്ന സാധനമാണ് 12 മണിക്ക്. അതാണ് നമുക്ക് നേരെ അവിടെ നിന്ന് പോയി എലൻബർഗ് കുറച്ച് 13 മിനിറ്റ് നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കേബിൾ കാർ കിട്ടും. സോ
ടിറ്റ്ലസ് മൗണ്ടിലേക്ക്. അപ്പോൾ നമ്മൾ അതിലോട്ട് കയറാൻ പോവാണ്. ഇതിന് നമുക്ക് പോകുന്നതിന് സ്വിസ് പാസ് മതി. പക്ഷേ ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഉള്ള ട്രെയിന് അത് കേബിൾ കാർ നമ്മൾ അഡീഷണൽ ടിക്കറ്റ് എടുക്കണം. പക്ഷേ സ്വിസ് പാസ് ഉള്ളവർക്ക് 50% ഓഫുണ്ട്. നമ്മൾ ഇഷ്ടമുള്ള ബോഗിയിൽ പോയി ഇരിക്കാൻ കേട്ടോ. അതുകൊണ്ട് അടഞ്ഞു, തന്നെ അടയുന്നതാണ്. പോയി നിൽക്കുമ്പോഴല്ല ഈ സ്വിച്ച് ഞെക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ ഇരുന്നാലോ? ഇത് എനിക്ക് വലിയ ഗ്ലാസ്, അപ്പോൾ ഇതൊക്കെ കയറാൻ പറ്റുമോ നോക്കാം. അത് ഞെക്കുമ്പോൾ സ്റ്റെപ്പൊക്കെ അടിയും തള്ളി വരും. നേരെ കയറി ഫേസ് ടു ഫേസ് ഇരിക്കാനുള്ള ഏതെങ്കിലും സീറ്റ് ഉണ്ടോ നോക്കിയിട്ട് അതിൽ കയറിയിരിക്കാം. അവിടെ നല്ല സീറ്റ് ഉണ്ട്, ഇവിടെ ഇരിക്കാം. കുറച്ച് വലിയ ഗ്ലാസ്സാണ്. പെട്ടിയെടുക്കാൻ പറ്റും. ഏഞ്ചൽ ബർഗിൽ നിന്നാണ് ടിറ്റ്ലസ് മൗണ്ടിലേക്കുള്ള ടിക്കറ്റ് കിട്ടുന്നത്. ഐ മീൻ ട്രെയിൻ കിട്ടുന്നത്. കേബിൾ കാറാണ്. പിന്നെ എന്താ വെച്ചാൽ കിട്ടിയപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല ട്രെയിൻ നോക്കി, ഏറ്റവും നല്ല കമ്പാർട്ട്മെൻറ്റ് നോക്കി എടുത്തത്. അങ്ങ് മേള് വരെ വിൻഡോ ഉള്ള കമ്പാർട്ട്മെൻറ്റ് നോക്കി എടുത്തത്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി ഇരിക്കാം കേട്ടോ. അതായത് നമ്മൾ സ്വിസ് പാസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും എടുക്കും. സ്വിസ് പാസിൻ്റെ സെക്കൻഡ് ക്ലാസ് ആയതുകൊണ്ട് സെക്കൻഡ് ക്ലാസ്സിലുള്ള ഏത് കമ്പാർട്ട്മെൻറ്റ് വേണമെങ്കിലും നമുക്ക് കയറി ഇരിക്കാം. പിന്നെ ഫസ്റ്റ് ക്ലാസ് ഭയങ്കര ബോറാട്ടോ. കാരണം ഞങ്ങൾ പാരീസിൽ നിന്ന് ഇങ്ങോട്ട് ഫസ്റ്റ് ക്ലാസ്സിന് വന്നത്. ആരും സംസാരിക്കില്ല. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും ഏകദേശം ഒരുപോലെ എന്നാലും. പക്ഷേ മേളത്തെ നിലയിൽ ഇതിന് സെക്കൻഡ് ക്ലാസ്സിനും ഡബിൾ ഡെക്കർ ആണെങ്കിൽ മേളത്തെ നിലയിലുണ്ട്. പക്ഷേ ഇച്ചിരിയുടെ സ്പേസ് ഉണ്ട്, കുറച്ചുകൂടെ നല്ല ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. പിന്നെ അതിനകത്ത് തന്നെ ഒരു സർവിങ് ഉണ്ട്, നമുക്ക് ഫുഡ് സെർവ് ചെയ്യും. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡ് സെർവ് ചെയ്യില്ല. പിന്നെ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ സംസാരിക്കാൻ പറ്റില്ല തോന്നുന്നത്. സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ നോക്കുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെയാണെങ്കിൽ അവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ കയറി ഇൻട്രോ എടുക്കുന്നത് വളരെ പതുക്കെ മൈക്കൊക്കെ കുറിച്ച് വളരെ പതുക്കെ സംസാരിച്ചു. എന്നാലും എല്ലാവരും തിരിഞ്ഞു നോക്കും. അവിടെ ഇരിക്കുന്നവരൊക്കെ ബുക്ക് വായിക്കുന്നവർ ഭയങ്കര ബുദ്ധിജീവികളാണ്. നമ്മൾ ആ ടൈപ്പ് ഒന്നെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ബുക്കിൽ അങ്ങനെ വർക്ക് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ പിന്നെ അത്രയും ഞാൻ പറഞ്ഞു സെക്കൻഡ് ക്ലാസ്സിന് ഞാൻ ഹാപ്പി. നമുക്ക് എല്ലാവരും വർത്താനം പറയും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനിൽ കയറിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ പുതിയ കൂട്ടുകാരാണ്. ഭയങ്കര പ്ലസൻറ്റ് ഫീലാണ് സത്യം പറഞ്ഞാൽ. അത് ഇത് ഓ മൈ ഗോഡ്. ഒരിക്കലും മിസ് ചെയ്യരുത്. സ്വിറ്റ്സർലൻഡിൽ വന്നു കഴിഞ്ഞാൽ ട്രെയിൻ യാത്ര ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇല്ല, നോക്കിയാലേ ഈ 5 മിനിറ്റ് ക്രാഫ്റ്റ് ഒക്കെ കണ്ടു തുടങ്ങിയതിന് ശേഷം കണ്ടോ ജാക്കറ്റിന് എങ്ങനെ തലേണയാക്കാൻ ആൾ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാണ് അതിനകത്തോടെ സാധനം വെച്ച് കഴിഞ്ഞിട്ടേ ലോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ 5 മിനിറ്റ് ക്രാഫ്റ്റ് ഒക്കെ പഠിച്ച് ആളിപ്പം ജാക്കറ്റ് കൊണ്ട് തലേണ ഉണ്ടാക്കാൻ പഠിച്ചു. അതെ 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 അതെ. ഫുട്ബോളായിരിക്കും. ടേബിൾ വേണമെന്നാണ് വേഗം ആട്ടെ.
പോകേണ്ടതെന്ന് അറിയില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ നോക്കിയാലൊക്കെ വ്യൂ. ഒരു 4 കണ്ണുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 2 എണ്ണത്തിന് ഈ സൈഡ് 2 എണ്ണത്തിന് ആ സൈഡ്. അങ്ങനെ നമ്മൾ എലൻബർഗ് ഒരു മിനിറ്റ്. സോ നമ്മളതിൻ്റെ മുകളിലേക്കാണ് സുഹൃത്തുക്കളെ പോകുന്നത്. വാ 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 ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ അതെ ടിറ്റ്ലിസ് മൗണ്ടൻ്റെ ചോട്ടിലെത്തി. നല്ല തണുപ്പുണ്ട് കേട്ടോ. ജാക്കറ്റൊക്കെ മടക്കി എടുത്ത് പെട്ടിയിൽ വെച്ച് ഓൾറെഡി പുറത്ത് ചാടി. വേറെ ഒന്നും കൊണ്ടുമല്ല, ഐ മീൻ ഇത് സഹിക്കാൻ തണുപ്പേ ഉള്ളൂ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നല്ല തണുപ്പ് നമ്മുടെ ശരീരത്തിൽ താങ്ങാൻ പറ്റാണ്ട് വരുമ്പോൾ ജാക്കറ്റ് ഇട്ടിട്ട് കാര്യമില്ല. സോ അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റിവേഴ്സാണ് നടക്കേണ്ടത്. ഇവിടെ ട്രെയിൻ വന്ന സ്ഥലത്തൂടെ തിരിച്ചു കിടക്കണം. വന്നിറങ്ങിയ കുറേ പേര് അങ്ങോട്ടേക്ക് പോയി നേരെ മുന്നോട്ട് പോയി സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങൾ ചോദിക്കാനായിട്ട്. അതിൻ്റെ ആവശ്യമില്ല. ശരി, അവിടെ വന്നിട്ട് നേരെ പുറകോട്ടേക്ക് ഇച്ചിരി നടന്നു കഴിഞ്ഞ് ലെഫ്റ്റ് തിരിയുമ്പം ദേ ഇതുപോലെ തന്നെ മൗണ്ടൻസ്. നമുക്കത് കൂടാണ്ട് അവിടെ കേബിൾ കാറുകൾ ഈ ഭാഗത്തായിട്ട് കേബിൾ കാറും കാണാൻ പറ്റും. സോ നേരെ വന്ന് നമ്മൾ ഇതുണ്ടോ ടിറ്റ്ലിസിലേക്കുള്ള വാക്ക്. ഇതൊരു 13 മിനിറ്റ് നടക്കാനുണ്ട്. അതേ കാണുന്നതാണ് ആക്ച്വലി. തണുപ്പാണ് സുഹൃത്തുക്കളെ. ഗ്ലൗസ് എടുക്കാൻ മറക്കരുത്, തലയിൽ തൊപ്പി എടുക്കാൻ മറക്കരുത്. ഈ വക കാര്യങ്ങൾ മറന്നാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് കുഴപ്പമില്ല. ഈ ബോട്ടത്തിൽ ഇവിടുന്ന് മുകളിലേക്ക് കയറുമ്പോൾ നല്ല തണുപ്പായിരിക്കും. സോ പറ്റുമെങ്കിൽ സമ്മർ വരുവാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ മറ്റേ തെർമൽ മേടിച്ചിടുക. അത് അത്യാവശ്യം കൊള്ളാവുന്ന ബ്രാൻഡ് മേടിച്ചിട്ടാൽ നല്ലതായിരിക്കും. ഓ, ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ. ദാറ്റ്സ് വണ്ടർഫുൾ. ഇവിടെ നിന്ന് നമ്മളിത് കണ്ടത് ഇത് പാർക്കിംഗ് ഫ്രീ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫ്രീ ആയിട്ടാണോ അത് പാർക്കിംഗ് ഉണ്ടെന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ. ഫ്രണ്ട് അടുത്ത് വരുന്നവർക്ക് ഇടാമെന്ന് എൻ്റെ വിശ്വാസം. സോ ആദ്യം കാണുന്ന പാർക്കിംഗ് ഫ്രീ ആണ്. പാലം കഴിഞ്ഞ് അതിൻ്റെ ചോട്ടിൽ കൊണ്ട് കയറുന്നത് അവിടെ ഫീ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, എല്ലാവരും വ്ലോഗ് തുടങ്ങുന്ന ഈ പാലത്തിൽ വെച്ചാണ്. നമ്മൾ നേരെ അങ്ങ് ലുസേണിൽ തുടങ്ങി. അപ്പോൾ സുഹൃത്തുക്കളെ നേരെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. പാവ് ബജി ഉണ്ട്, മസാല ചായ ഉണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മൾ മസാല ചായ എന്ന് കുടിക്കാൻ പോകണം. നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. സോ ഇതിൻ്റെ ഈ ഇടനാഴികളിലൂടെ വരുമ്പം ഇവിടെ ബൈക്കുകളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം കാണാം. അത് കഴിഞ്ഞാൽ ടിറ്റ്ലിസ്. ഓക്കെ, ഇവിടെയാണ് ടിക്കറ്റ് ഓട്ടോമാറ്റിക് മെഷീൻ.
ഇവിടെ ടിക്കറ്റ് ഓട്ടോമാറ്റിക് മെഷീനുണ്ട്. ഇംഗ്ലീഷ് US ശരി. അപ്പോൾ ടിക്കറ്റ് ടച്ച് സ്ക്രീൻ വന്നു. സ്ക്രീൻ ആക്കി ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ട ട്രിപ്പുകളാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് 1, 2, 3, 4 ആദ്യത്തെ സ്റ്റോപ്പ്, രണ്ടാമത്തെ സ്റ്റോപ്പ്, മൂന്നാമത്തെ സ്റ്റോപ്പ്, നാലാമത്തെ സ്റ്റോപ്പ്, അഞ്ചാമത്തെ. നമ്മൾ നേരെ പോകുന്നത് റൗണ്ട് ട്രിപ്പാണ്. സോ ടിക്കറ്റ്സ് വരെയുള്ള ടിക്കറ്റ് എടുക്കണം. എത്ര അഡൽട്ട് ഉണ്ട്? 16 വയസ്സിന് മേലുള്ള 2 പേരുണ്ട്. സോ ഒരാൾക്ക് എത്രയാണെന്ന് നോക്കട്ടെ. ഒരാൾക്ക് 72 സ്വിസ് ഫ്രാങ്ക്. 2 പേരെ ടിക്കറ്റ് എടുത്തു. നെക്സ്റ്റ് അടിച്ചു. നമുക്ക് ടുഡേ എടുത്തു. 2 വെച്ച് $72 വെച്ച് ചേഞ്ച് ടിക്കറ്റ്. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാർട്ട് പേയ്മെൻറ്റ് കൊടുത്തു. ഇനി ഇൻസേർട്ട് കാർഡ് പേയ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്വിസ് പാസ് സ്കാൻ ചെയ്യാനുള്ള സ്ഥലമില്ലല്ലോ. എന്ത് ചെയ്യും? നമുക്ക് അകത്ത് പോയി ചോദിക്കാം. ഇതിൻ്റെ ഇലംബർഗിന് വരുന്ന അതേ വണ്ടിയിൽ തന്നെയുള്ള പുറവശത്ത് വന്നാലും ഇതുപോലെ ബസ് നമ്പർ 300 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണ്. -12°C ആണെന്നാണ് മേളിൽ. കുഴപ്പമില്ലായിരിക്കും. നമ്മളേതായാലും US വിൻ്ററിൽ ഇത്രയൊക്കെ തന്നെ പോകുന്നതാണ്. ഓക്കെ. സോ വി നീഡ് ടു ചേഞ്ച് ഫ്രം here to stand, right? And you change again in the stand. Okay, and then stand we back to panoramic. Friends, നമ്മളത് ഈ കാണുന്ന വണ്ണത്തെ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തു. നമ്മൾ നേരെ പോകുന്നത് ഈ കോറിഡോർ കയറി മേളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് നമ്മുടെ വാഷ്റൂം സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഒന്ന് ട്രെയിൻ മാറി കയറേണ്ടതുണ്ട്. കാരണം ഭയങ്കര ശക്തമായ കാറ്റാണ്. കാറ്റ് കാരണം നമുക്ക് ഇന്ന് ട്രെയിൻ മാറി കയറാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഏതായാലും നമുക്കവിടെ ചെല്ലുമ്പോൾ നോക്കാം ബാക്കിയുള്ളത്. ഇടയ്ക്ക് വെച്ച് ഒരു ട്രെയിൻ മാറി വലിയ ട്രെയിനിൽ പോകും. അതിനകത്ത് പാനോറമിക് വ്യൂ കിട്ടില്ല. ട്രെയിനല്ല, ആക്ച്വലി കേബിൾ കാർ. അപ്പോൾ നമുക്ക് പാനോറമിക് വ്യൂ ഉള്ള കേബിൾ കാറിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് മേളിലേക്കുണ്ട്. സോ ഇവിടെ ഹിന്ദിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ കയറി ഇങ്ങനെ നമ്മൾ ടിക്കറ്റ്സിലെ ഇതിലേക്ക് കയറുവാണ്. -12°ആണ് മേളത്തെ ടെമ്പറേച്ചർ. ഏതാണ്ട് 14° ഫാരൻഹീറ്റ് ആണെന്നാണ് ഇവിടെ താഴെ നിന്ന് പറഞ്ഞത്. ഇവിടെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പുണ്ട്. നമ്മൾ നേരത്തെ വന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പുറത്തുനിന്ന് വന്നാൽ കാണുന്ന അതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഏതായാലും എലിവേറ്റർ കയറി മേളിലേക്ക് പോവാണ്. ഉറപ്പേ ചാടി കയറണേ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിതേ മേളിലേക്ക് എത്തി. വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ സർവീസ്. ഇപ്പോൾ സമയം 12:30. നമുക്ക് 5 മണിക്കൂറുണ്ട്, അത് മതിയായിരിക്കും. നമ്മളിനി ഇവിടെ സ്കാൻ ചെയ്യുക, ഇഷ്ടമുള്ള റോപ്പേ കയറി അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് പിടിച്ചോ. റോപ്പെ കുലിക്കുക താഴെ പോവാ പോലും. ഓ ഇവിടെ താഴെ പോയാൽ ഒന്നും പറ്റുന്നില്ല, തട്ടടിക്കാത്തോളും. ഈ ഓരോ രാജ്യത്തിന്റെ ഫ്ലാഗ് വെച്ചാണ് ഓരോ റോപ്പയും കയറും ഇറങ്ങും ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലാഗ് കയറും. അടിപൊളി. ഇവിടെ വന്നത് നമ്മൾ ഇനി കുറച്ചു നേരം നേരെയാണ് പോകുന്നത്.
ഇതിനടിയിൽ കൂടെ ഒക്കെ വണ്ടി പോകാട്ടോ, ഓഫ് റോഡ് വണ്ടികൾ പോകും എനിക്ക് തോന്നുന്നു. നമ്മൾ കുറച്ച് ദൂരം വന്നപ്പോൾ അടി മുഴുവൻ മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. എന്റെ പൊന്നെ, അങ്ങനെ പച്ചപ്പും ഹരിതാപവും എല്ലാം കൺകുളിർക്കെ കണ്ട് നമ്മൾ താഴത്തെ വാലിയിൽ നിന്ന് ഒരു റോപ്പിൽ കയറി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ. ഫുള്ള് മഞ്ഞ് പെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടൊരു ലോകത്തെത്തിയൊരു ഫീലാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ മേളിലേക്കാണ് കയറുന്നത്. മേളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അടുത്ത കയറ്റം എന്ന് വെച്ചാൽ നല്ല കുത്തനുള്ള ഒരു കയറ്റമാണ് കേട്ടോ. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ നടന്ന് മേളിൽ കയറണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പാനോറമിക് വ്യൂ ഉള്ള ഒരു റോപ്പിൽ കയറി അവിടുന്ന് മേളിലേക്ക് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്താവും എന്നുള്ളത്. നോക്കണേ, ഇന്ത്യ വരുന്നു. പല പല ഫ്ലാഗുകളുണ്ട്. അമേരിക്കയുടെ 2 ഫ്ലാഗ് കണ്ടു, ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ടില്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ എത്തിപ്പോയി, നമ്മുടെ സ്വന്തം കാറ്റെത്തിയിരിക്കുകയാണ്. സുഖത കയറായിരുന്നു. പക്ഷെ അമ്മേ ദേ പോടും ഇന്ത്യയുടെ ഫ്ലാഗ് ഇരിക്കുന്നു. ഇന്ത്യക്കാർ തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റേഷനിൽ വന്ന് വണ്ടി ഇറങ്ങി. പോയിട്ട് തിരിച്ചു വരുമ്പം ട്രപ്സിയിൽ നമുക്ക് പുറമേ കാണാം. ഇപ്പൊ നമുക്ക് മേളിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് മോളിൽ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ടിറ്റ്ലസിലേക്കുള്ള യാത്ര തുടങ്ങണം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്നോയിൽ കൂടെ നടക്കാം കേട്ടോ. പക്ഷെ ഏതായാലും നമ്മൾ നേരെ മേളിൽ കയറി ടിറ്റ്ലസ് കണ്ടതിന് ശേഷം വന്നിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം. ടിറ്റ്ലസ് ആണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇവിടെ വന്നു. ടിറ്റ്ലസിലേക്ക് പോകാനായിട്ടുള്ള സ്ഥലം നോക്കി ഇതിലേ അങ്ങ് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എക്സിറ്റ്. ആദ്യത്തെ സ്റ്റേഷനിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. നമ്മളേതായാലും ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല, മഞ്ഞിലൂടെ തന്നെ പോകാം. അപ്പോൾ തൊപ്പി വയ്ക്കണം. നമ്മളിവിടെ 2 മലയാളികളെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പേരെങ്ങനെയായിരുന്നു? ആൽഫ്രഡ്. ഓക്കെ, അവർ ദുബായിലാണ് കേട്ടോ. സോ അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുന്ന് ആക്ച്വലി നമുക്ക് നേരത്തെ നല്ല വെതറായിരുന്നെങ്കിൽ നേരെ താഴേന്ന് തന്നെ അങ്ങ് മേളിൽ വരെ സ്റ്റാൻഡ് വരെ ഒറ്റ കേബിളായിരുന്നു. അത് മാറി കയറണമെന്ന് തോന്നുന്നു, അറിയത്തില്ല. അവിടെ സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന കേബിൾ കാർ, പാനോറമിക് വ്യൂ ഉള്ള കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും ഇവിടുന്ന് ആ ചെറിയ കേബിൾ കാർ മുകളിലേക്ക് പോകില്ല, വെതർ മോശമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ കേബിളിലാണ് അവർ വിടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളെണ്ണം കൂടുതലുണ്ടാവും. അപ്പം സാധാരണ മെട്രോ പോകണ പോലെ നമ്മൾ ഈ വലിയ കേബിളിൽ സ്റ്റാൻഡിൽ ചെന്നതിന് ശേഷം അവിടുന്ന് നമുക്ക് പാനോറമിക് വ്യൂ ഉള്ള ഇത് കിട്ടും. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പായി കേട്ടോ. ഇനി തൊപ്പിയൊക്കെ എടുക്കാറായി. കേബിൾ കാർ എത്തി, നല്ല തിരക്കുണ്ട്. അകത്ത് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല.
ആൾക്കാരുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീണ്ടും മേളിലേക്ക് വരും. ഇവിടെ ഇവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ലേക്ക് ഉണ്ടാവും. അതാ ഞാൻ ആ ലേക്കിന്റെ പേരാണ് ട്രപ്സി. അതാണ് ട്രപ്സി. ട്രപ്സി. കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറിയ കേബിൾ അല്ലാത്തതാണ്. ചെറിയ കേബിളാണ് ഇതാ ലൈനിൽ കൂടെ ചെറിയ കേബിൾ വരുന്നത്. ചെറിയ കേബിൾ അല്ലാത്തത് നന്നായി. ഇത്രയും വലിയ കേബിൾ ഇത്രയും ആൾ നിന്നിട്ട് തന്നെ ആടുവാണ്. ഇതിൻ്റെ അകത്ത് സേഫ്റ്റി ഫീച്ചർ എന്ന് വെച്ചാൽ മേളിൽ കണ്ടോ 2 ഇത് അതെന്ന് വെച്ചാൽ ഇൻ കേസ് കേബിൾ കൂട്ടി താഴെ പോയാൽ ആൾക്ക് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് ലാഡറും സെറ്റപ്പും വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മല ഇടുക്കായതുകൊണ്ട് കാറ്റ് വരുന്നത്. പിന്നെ സ്റ്റോമിൻ്റെ വാണിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞ്. ഇൻ കേസ് സ്റ്റോം വാണിംഗ് കൂടുതലാവുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങേണ്ട വരുവാണെങ്കിൽ ഇവർ നമ്മളെ തിരിച്ചിറക്കും നേരത്തെ തന്നെ. അല്ലെങ്കിൽ നമുക്ക് 5 മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈമുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2000 കിട്ടുന്നില്ല, ക്യാമറ കിട്ടുന്നില്ല. ഏതായാലും 2075 മീറ്റർ ഉയരത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പോണ സ്ഥലം ഏതാണ്ട് 3000 മീറ്ററാണ്. ഇവിടെ നിന്ന് 1000 മീറ്ററും കൂടെ മുകളിൽ നിൽക്കുന്നത്. അടിക്കണക്കല്ലാട്ടോ, മീറ്ററാണ്. 2075 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് നല്ല ആട്ടോടുകൂടെ കാറ്റ് കാരണം നമ്മൾ ഇവിടെ 2 കേബിൾ കാറാണ് ഇപ്പം വർക്ക് ചെയ്യുന്നുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരെണ്ണം മേളിലേക്ക് പോയിട്ട് ഒരെണ്ണമാണ് താഴേക്ക് പോകുന്നത് കണ്ട്. വേറെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വണ്ട പേര് കാണാം. കാറ്റടിച്ച് ഇത് നന്നായിട്ട് ആട് വേണം. മേളിൽ നിന്ന് വെള്ളമൊക്കെ ചാടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു 2-3 ഫാനുകൾ അവർ ഘടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് കാറ്റിൻ്റെ ഡയറക്ഷനും അതിൻ്റെ സ്പീഡും അളക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. അതിൽ വന്ന വഴിക്ക് ഇങ്ങനെ പല സ്ഥലത്തും കണ്ടു. അതിൻ്റെ മണ്ടയിൽ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. സോ മേ ബി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് നോക്കിയാലും കാണാം നമുക്കത്. ഇതേ പിടിപ്പിച്ച് വെച്ചേക്കുന്നു. ഒരു യെല്ലോ പെയിൻ്റൊക്കെ അടിച്ച് എല്ലായിടത്തും ഉണ്ടോ ഇങ്ങനെ. അത് കഴിഞ്ഞ് വിൻഡ് മില്ല് പിടിപ്പിച്ചേക്കുന്നതാണോ കറണ്ട് ഉണ്ടാക്കാൻ? നമ്മൾ ഏതാണ്ട് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് എത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിവിടെ ട്രെയിൻ നിർത്തുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പനോരമിക് വ്യൂ ഉള്ള ട്രെയിനെ കയറി അവിടെ നിന്ന് മുകളിലേക്ക് പോകും. അതെ സ്റ്റാൻഡാണിത്. ഏതാണ്ട് നമ്മുടെ കേബിൾ കാർ കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഭാഗമാണ് കാണുന്നത്. അതെ ലിഫ്റ്റ് ചെയ്താണ്. അത് കേബിൾ ഘടിപ്പിച്ച് റെയിൽവേ ട്രാക്കിലേക്ക് കയറ്റി. എല്ലാവരും മൂക്കിൽ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. തണുത്തിട്ടാണോ? റോഡ് ലൈനിലേക്ക് കയറുകയാണ്. സോ ടിറ്റ്ലിസ് റോഡ് ലൈനിലേക്കുള്ള ഇതിൽ കയറിയിരിക്കുകയാണ്. നമ്മളിവിടെ ടിക്കറ്റ് ഒന്നും കൂടെ സ്കാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം. ഇവിടെ എത്ര പേരെ കയറുള്ളൂ? വേഗം കയറി നമ്മൾ സ്കാൻ ചെയ്യണം കേട്ടോ. അവിടെ നമ്മുടെ നമ്പേഴ്സ് വരുന്നുണ്ട്. നമ്പർ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ കയറ്റി വിടില്ല. അപ്പം നല്ല ശക്തമായ കാറ്റാണ് ഇവിടെ. ഇവിടെ നിന്നാണ് നമ്മൾ പനോരമിക് റെയിലാണ് ഈ വരുന്ന സ്ഥലത്താണ്. ആടിയാടി പോകേണ്ടി വരും. സോ ഇനി നമുക്ക് നമ്മുടെ ഫുൾ വിൻ്ററിൻ്റെ എല്ലാത്തരം എക്യുപ്മെൻസുകളും ആവശ്യമാണ്. ഗ്ലൗസ്, തൊപ്പി, അതെ അഡീഷണലായിട്ട് ഫുൾ പ്രിപ്പറേഷനിലാണ്. ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മളവിടെ വിൻ്ററിൽ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് തന്നെ ഉപയോഗിക്കുക. കാറ്റടിച്ച് അല്ലെങ്കിൽ തന്നെ കറങ്ങും. നല്ല വിൻഡാണ്. വന്നിരിക്കുന്നത് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സൈറ്റാണ്. ഇവിടെയും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണമെങ്കിൽ, പക്ഷെ നമുക്കിപ്പം നേരെ ടിറ്റിൽ ഏറ്റവും മേളിൽ നിന്ന് താഴേക്ക് വരും. അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളങ്ങനെ അത് കാലിയായിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നിന്ന് നേരെ കയറാൻ തുടങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഇതാ ഗേറ്റ് എന്ന് തോന്നുന്നു. കണ്ടിട്ട് അറിയത്തില്ല, നോക്കാം. അതല്ലേ അതായിരിക്കും. തണുപ്പാണ് കേട്ടോ, തണുപ്പാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ പനോരമിക് ഇതിലോട്ട് കയറുകയാണ്. ഇതിനകത്ത് ചൂടുണ്ട്. സ്നോ പെയ്യുന്നുണ്ട് നന്നായിട്ട്. ഫ്രണ്ടിൽ നിൽക്കണം, പുറകെ നിൽക്കണം. പുറകെ നിൽക്കാം. ഇതാകുമ്പോൾ ഗ്ലാസ് ക്ലീനാണ്, നമുക്ക് ക്ലീനായിട്ട് കണ്ടുപോകാം. ഫ്രണ്ടിലേക്ക് കണ്ടോ മിസ്റ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സാധനം കറക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ കറക്കണ്ട, നമ്മൾ തന്നെ കറങ്ങി ഉണ്ടോ. അവിടെ നമ്മളിപ്പോൾ കയറി പോകുന്നേ.
Na tá, pera, estamos a subir para ali, olha. Estamos a subir para ali. അപ്പോൾ നമ്മളങ്ങനെ ടിറ്റ്ലസ് മൗണ്ടിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഗേറ്റുകൾ തുറന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തണുപ്പുണ്ട്. ഒരു രക്ഷയില്ലാത്ത തണുപ്പുണ്ട്. ആയി പോട്ടെ 2 തൊപ്പി ഓൾഡയിലാണ്. ചെന്നിട്ട് വയ്ക്കാം. ഞാൻ വെച്ചോളാം. പോട്ടെ. ഇവിടെ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടല്ലോ. ലെവൽ 1 ക്ലിഫിൽ പോകണം. ലെവൽ 2 ക്ലിഫ് വാക്ക് ആണെങ്കിൽ ലെവൽ 1ൽ പോകണം. ഇതിന്റെ മേളിൽ പോയി ഐസ്ക്രീം ഗ്ലേഷ്യർ കേവോ അതെവിടെയാ? ഞാൻ ഗ്ലേഷ്യർ കേവ് ഉണ്ട്. ഓക്കെ, ഏതായാലും അനു അങ്ങ് പോയി. ഞാൻ അവളെ ഫോളോ ചെയ്യാന്ന് വെച്ചു. എൻ്റെ ടൂർ ഗൈഡ് അവളാണ്. സോ ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് എക്സിബിഷൻസ് വരുന്നത്. പഴയ കേബിളുകളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ സ്റ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് നടന്നു പോകാം. ഗ്ലേഷ്യർ കേവ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്ലേഷ്യർ കേവിലേക്കുള്ള വഴിയാണ്. പിന്നെ ഫീൽ ഉണ്ടാക്കാൻ ഈ തണുപ്പത്ത് ഐസാണത്. പക്ഷെ ഇത് ഇതിനകത്ത് കിട്ടുകയില്ല. ഓഹോ, തലയടിക്കല്ലോ കേട്ടോ. പക്ഷേ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ഫ്രോസ്റ്റ് ബൈറ്റ് അടിക്കുമ്പോൾ ഫീല് നന്നായിട്ട് കിട്ടും. ഇതൊക്കെ ഐസ് ക്യൂബ്സ് ആണോ? Actually, we cannot go any under construction. ഇതൊക്കെ ക്യൂബ്സ് ആണോ? അങ്ങനെ നമ്മൾ ഐസ് കേവ് ഒക്കെ കണ്ടു കേട്ടിറങ്ങി. ഇപ്പോൾ ലിഫ്റ്റ് കയറി 4th ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. കുറേ കടകളുണ്ട്, ഫോട്ടോഗ്രാഫിയും സെറ്റപ്പുകളുണ്ട്. ഫുഡൊക്കെ കിട്ടും കേട്ടോ. അതിങ്ങനെ നമുക്ക് ഒരു കയറി ഫോട്ടോസൊക്കെ വയ്ക്കാം. മേളിൽ ഫുഡുണ്ട്. അങ്ങനെ ആ ഫോട്ടോസൊക്കെ വെക്കുന്ന ഷോപ്പിന്റെ സൈഡിൽ ഇതുപോലൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി മേളിലേക്ക് കയറി നമ്മൾ റൈറ്റിലേക്ക് തിരിയുമ്പോൾ അവിടെയാണ് നമ്മുടെ DDLJയിലെ ഷാരൂഖിന്റെയും കാജോളിന്റെയും ഒക്കെ കട്ടൗട്ട് വെച്ചിട്ടുള്ളത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്ത്യക്കാരും ഇവിടെ വന്ന് ഫോട്ടോസ് എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ലുസൈനിലെ 2nd ഡേ ഇവിടെ ടിറ്റ്ലസ് മൗണ്ടിന്റെ മേളിലുള്ള DDLJയുടെ കട്ടൗട്ടിനടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. ഒന്നും കളയാൻ തോന്നിയില്ല. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ അല്പം ലെന്തായി പോയി. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് ഇതിന് ശേഷമുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്ത പാർട്ടിൽ ഇറക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ അടുത്ത പാർട്ടിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ഫോർ നൗ.